ഹലോ ഫ്രണ്ട്സ്, വിഷ്ണു ശാലിനി ലേറ്റസ്റ്റ് റിവ്യൂ. ശാരദാമ്മ ശാരികയോട് പറയുന്നു, മോളെ രാജീവ് ഇത് അറിയുമ്പോൾ എന്തുവായാലും മോളോടുള്ള സ്നേഹം കൂടും മോളെ. അമ്മയുടെ സമാധാനവും സന്തോഷമാണ് കുഞ്ഞു രൂപപ്പെടുന്നതിൽ ആദ്യം വേണ്ടത്. ഈ സമയത്ത് ശാരിക പ്രഗ്നൻ്റ് ആണെന്നുള്ള സന്തോഷ വാർത്ത രാജീവിനെ അറിയിക്കാൻ ശ്രമിക്കുവാണ്. പക്ഷേ കിട്ടുന്നില്ല. രാജീവ് സാറിനെ കിട്ടുന്നില്ലല്ലോ. മോളെ ശാലിനി, അതിനെ അവിടുത്തെ കാര്യങ്ങളൊന്നും നമുക്കിവിടെ ഇരുന്നുകൊണ്ട് പറയാൻ പറ്റില്ലല്ലോ. സമയവും കാലമൊക്കെ നോക്കി നീ തന്നെ ഈ സന്തോഷ വാർത്ത അങ്ങ് പറഞ്ഞാൽ മതി. ഒരു പക്ഷേ അതൊക്കെ അറിഞ്ഞു കഴിയുമ്പോഴേ അവൻ ഇവളെ ഒന്ന് വിളിക്കാൻ തോന്നിയെങ്കിലോ. അത് കേട്ടിട്ട് ശാരിക പറയുന്നു, അതേ, സ്നേഹവും കരുതലും ഒക്കെ സൂക്ഷിക്കുന്ന ഭർത്താക്കന്മാർക്കല്ലയോ അമ്മേ. എനിക്ക് എൻ്റെ രാജീവേട്ടൻ്റെ കയ്യിൽ നിന്നും കുറേ കാലമായിട്ടും അതൊന്നും എനിക്ക് കിട്ടിയിട്ടില്ലമ്മേ. ഇനി കിട്ടുമെന്നുള്ള പ്രതീക്ഷയും എനിക്കില്ലമ്മേ. പക്ഷേ നിങ്ങളൊക്കെ ഇങ്ങനെ പറയുമ്പോഴേ എൻ്റെ മനസ്സിനൊരാശയവും സന്തോഷവും ഒക്കെ തോന്നുന്നുണ്ട്. ശാലിനി പറയുക, എൻ്റെ ശാരിയേച്ചി എന്തിനാ ഇനിയും ഇങ്ങനെ സങ്കടപ്പെടുന്നത്? നമ്മുടെ അമ്മയുടെ കാര്യം തന്നെ എന്നെടുത്തേ. ഒരുപാട് കഷ്ടപ്പാടുകൾക്ക് ശേഷം ഇന്ന് നമ്മുടെ അമ്മ അനുഭവിക്കുന്ന ഒരു സന്തോഷമുണ്ടല്ലോ, അവിടേക്കായിട്ട് നമ്മൾ ഓരോരുത്തരായിട്ട് എത്തും. പക്ഷേങ്കിൽ ആ പാത കുറച്ച് വിഷമം പിടിച്ചതായിരിക്കുമെന്ന് മാത്രം. ആ സമയത്ത് നമ്മുടെ കൊടിയൊക്കെ പറത്തിയ കാറിൽ നമ്മുടെ വിഷ്ണു ശാരദാമ്മയുടെ വീട്ടോട്ട് വരുവാണ്. അങ്ങോട്ട് വാതൊക്കെ വന്നിട്ട് ഹോൺ അടിക്കുന്നുണ്ട്. ശാലിനി പറയുന്നു, എനിക്ക് പോകാനുള്ള വണ്ടി വന്നു, എന്നാൽ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. ശാരിയേച്ചി, പ്രത്യേകിച്ച് എന്തെങ്കിലും കഴിക്കാൻ തോന്നുന്നുണ്ടോ? എന്തെങ്കിലും വേണമെങ്കിൽ പറ. മസാല ദോശയോ കണ്ണിമാങ്ങായോ അങ്ങനെ എന്തെങ്കിലും. എന്തായാലും ചേച്ചിക്ക് വേണ്ടത് എന്തൊക്കെയാണെന്ന് ഞാൻ വാങ്ങിച്ചുകൊണ്ട് വരാം കേട്ടോ എന്നും പറഞ്ഞ് ശാലിനി പുറത്തോട്ട് ഇറങ്ങി വന്ന് നിൽക്കുവാണ്. ശാരദാമ്മ ശാരികയ്ക്ക് ഉപദേശമൊക്കെ കൊടുക്കുന്നുണ്ട്. എൻ്റെ മോൾ എപ്പോഴും സന്തോഷമായിട്ടിരിക്കണം, അതാണ് മോടെ കുഞ്ഞിൻ്റെ ആരോഗ്യം. ശാലിനി അങ്ങനെ കാറിൻ്റെ അടുത്തിട്ട് വരുമ്പം വിഷ്ണു പുറംതിരിഞ്ഞ് നിൽക്കുവാണ്. പെട്ടെന്ന് ശാലിനി എന്തോ ഓർത്തിട്ട്, രാമേട്ടാ നമുക്കിന്നെ ഇത്രയും പറയുമ്പോഴാണ് ശാലിനിക്ക് ഓർമ്മ വരുന്നത് രാമേട്ടൻ ലീവിലാണല്ലോ എന്ന്. എന്നിട്ട് ശാലിനി ചോദിക്കുന്നു, ഈ പുതിയതായിട്ട് വന്ന ആളിൻ്റെ പേരെന്തുവാ? പേര് പറയാതെ നിൽക്കുന്ന കണ്ടുകൊണ്ട് ശാലിനി ഹലോ എന്ന് പറയുമ്പോൾ നമ്മുടെ വിഷ്ണു സിനിമാ സ്റ്റൈലിനെ കൊണ്ട് ചരിഞ്ഞ് ശാലിനിയെ നോക്കുവാണ്. ആ യൂണിഫോമും തൊപ്പിയൊക്കെ ഇട്ട് ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന വിഷ്ണുവിനെ കണ്ടിട്ട് ശാലിനി അങ്ങ് ഞെട്ടി നിൽക്കുവാണ്. ശാലിനിക്കാണെങ്കിൽ ദേഷ്യമാണോ സങ്കടമാണോ എന്താന്ന് പറയാനറിയില്ല. ആ ഒരു ഭാവത്തിലാണ് ശാലിനി. ഇങ്ങനെ കരയുവാണോ എന്നറിയില്ല, കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന പോലെ നിൽക്കുക. എൻ്റെ പേര് വിഷ്ണു എന്നിങ്ങനെ ചിരിച്ചുകൊണ്ട് വിഷ്ണു പറയുമ്പോൾ, വിഷ്ണുവേട്ടാ ഇതെന്താ ഇങ്ങനെ? അല്ല, ഇതെങ്ങനെ സംഭവിച്ചു? ഞാനിതൊന്നും അറിഞ്ഞില്ലല്ലോ. വിഷ്ണു ഒരുമാതിരി കൊച്ചുകുട്ടികളുടെ കൂട്ടി ചിരിച്ചുകൊണ്ട് പറയുന്നു, രാമേട്ടൻ ലീവിന് പോയതിൻ്റെ ഒഴിവിലേക്കുള്ള പുതിയ അപ്പോയിൻമെൻറ്റാ. ഇതൊരല്പം വളഞ്ഞ വഴിയാണ്, അതാണ് കളക്ടർ മേഡം അറിയാതെ പോയത്. താൽക്കാലിക വേക്കൻസിയിലാണ്, അതായത് ഈ ഡെയിലി വേജസിൻ്റെ. ശാലിനി സങ്കടത്തോടെ പറയാ, വിഷ്ണുവേട്ട ഇതൊന്നും ശരിയാവില്ല വിഷ്ണുവേട്ട. എൻ്റെ ഭർത്താവാണ് വിഷ്ണുവേട്ടൻ, ഞാൻ ബഹുമാനിക്കുന്ന ആള്. ആ ആള് എൻ്റെ കീഴിൽ വന്ന് വർക്ക് ചെയ്യുവാന്ന് വെച്ചാൽ? എടോ ശാലിനി, അതിന് നമുക്ക് പരസ്പരം അറിയാമല്ലോ. എനിക്ക് തന്നെ അറിയാം, തനിക്ക് എന്നെ അറിയാം. പിന്നെന്താ, ആളുകൾക്ക് മുന്നിലൊന്ന് അഭിനയിച്ചാൽ പോരെ? അതിലും ഞാൻ എക്സ്പെർട്ടാണെന്ന് തനിക്ക് അറിയാമല്ലോ. എടോ, ഈ സാരഥി പണിയൊന്നും അത്ര മോശം പണിയൊന്നും അല്ല. അർജുനൻ്റെ സാരഥി ആരായിരുന്നു? സാക്ഷാൽ ഭഗവാൻ കൃഷ്ണനല്ലായിരുന്നോ? കൃഷ്ണൻ്റെ കഴിവുകൊണ്ടാണ് മഹാഭാരത യുദ്ധം തന്നെ ജയിച്ചത്. കൃഷ്ണനില്ലായിരുന്നേ കാണാമായിരുന്നു. വിഷ്ണുവേട്ടാ, അതിന് ഞാൻ കളക്ടറേറ്റിൽ പോകുന്ന യുദ്ധത്തിനാണോ? അല്ലല്ലോ. എടോ ശാലിനി, തൻ്റെ ശത്രുക്കളുടെ എണ്ണം വെച്ച് നോക്കുമ്പോഴേ അതൊരു കുരുക്ഷേത്ര ഭൂമി തന്നെയാണ്. എൻ്റെ മനസ്സ് പറയുന്നത് കൃഷ്ണൻ്റെ സാമീപ്യം ഉണ്ടായതുപോലെ തനിക്ക് എൻ്റെ സാമീപ്യം വേണമെന്ന്. ഒരു ചെറിയ പുഞ്ചിരിയും റൊമാൻസും ഒക്കെ ആയിട്ട് നമ്മുടെ വിഷ്ണു പറയുക, എടോ ഒന്നുമില്ലെങ്കിലും നമുക്ക് കണ്ടും പരസ്പരം മിണ്ടിയും പറഞ്ഞുമൊക്കെ അങ്ങ് ഇരിക്കാമല്ലോ. പിന്നെ ഒഴിവുള്ള സമയങ്ങളിൽ നമുക്ക് നമ്മുടെ സമയം ആനന്ദപ്രദമാക്കുകയും ചെയ്യാം. വിഷ്ണുവേട്ടൻ്റെ ചെറിയ മോഹമൊന്നും അല്ലല്ലോ. എന്നാലും വിഷ്ണുവേട്ടൻ എൻ്റെ ഡ്രൈവറായിട്ട് വരുന്നെന്ന് പറയുമ്പോൾ ഉടനെ വിഷ്ണു, അതെ മേഡം. എന്തോ വിഷ്ണുവേട്ട വിളിച്ചത് മേഡമോ? പിന്നെ മേലുദ്യോഗസ്ഥയായ വനിതേനെ ബഹുമാന സൂചകമായിട്ട് മേഡം എന്നല്ലേ വിളിക്കേണ്ടത്? എല്ലാ ജോലിക്കും അതിൻ്റെതായ മഹത്വം ഉണ്ടെന്ന് ഈ മേഡം തന്നെയല്ലേ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ വിഷ്ണുവേട്ട, ഇത് കുട്ടിക്കളിയല്ല, ഒരുപാട് ഉത്തരവാദിത്വമുള്ള ജോലിയാണ്. അത് വിഷ്ണുവേട്ടനെ കൊണ്ട് നടക്കില്ല. അയ്യോ മേഡം, അങ്ങനെ പറയല്ലേ. ഈ ഭൂമിക്ക് താഴെയുള്ള അതെന്ത് കുഴപ്പം പിടിച്ച പണിയാണെങ്കിലും ഈ വിഷ്ണുവിൻ്റെ കയ്യിൽ അത് ഭദ്രമായിരിക്കും. പിന്നെ ഈ ഡ്രൈവിങ്
പിന്നിലിരിക്കുന്ന ഡ്രൈവറിൻ്റെ സ്വന്തം ജീവനായ കളക്ടറാകുമ്പോൾ ശ്രദ്ധ അല്പം കൂടുതലും ഉണ്ടാകും. ശാലിനി പോയോന്നറിയാൻ വേണ്ടി ശാരദാമ്മ ഇങ്ങോട്ട് പുറത്തോട്ട് വന്ന് നോക്കുമ്പോൾ ശാലിനിയോടൊപ്പം നിൽക്കുന്ന വിഷ്ണുവിനെ കണ്ട് ശാരദാമ്മ അങ്ങ് ഞെട്ടിപ്പോയി. ഇത് എന്തൊരു വേഷം! ശാരദാമ്മയുടെ നോട്ടം കണ്ടിട്ട് വിഷ്ണു ഒരുമാതിരി LKG പിള്ളേരെ വിട്ട് ഒരുമാതിരി നാണിച്ചൊക്കെ ഇങ്ങനെ നിൽക്കുവാണ്. ഇതെന്താ മോനെ ഈ വേഷത്തിൽ? അയ്യോ, എൻ്റെ അമ്മേ, രാമുവേട്ടൻ്റെ ഒഴിവിലെ താൽക്കാലിക വേക്കൻസിയിലേക്ക് കയറിയിരിക്കുക വിഷ്ണുവേട്ടൻ. ഞാൻ അറിയാതെയുള്ള നിയമനമാ. അയ്യോ, അതെങ്ങനെയാ മോനെ ശരിയാകുന്നത്? ഭാര്യയുടെ ഡ്രൈവറായി ഭർത്താവോ? അയ്യോ, കാണുന്നവർക്ക് എന്ത് തോന്നും? അത് കേട്ടിട്ട് വിഷ്ണു പറയാം, ആഹാ, അത് ശരി, കാണുന്നവരെ കൈയടിക്കും. കളക്ടർ ശാലിനി വിഷ്ണുവിൻ്റെ വിശാലത മനസ്കതയെ അവർ വാനോളം അങ്ങനെ പുകഴ്ത്തും. ഏതൊരു ജോലിക്കും അതിൻ്റെതായ മാന്യതയുണ്ടെന്നും അത് മനസ്സിലാക്കുന്ന ഒരു കളക്ടറെയാണ് നമ്മൾക്ക് കിട്ടിയതെന്നും ആളുകൾ ഏറ്റുപറയും. ഈ ഒരു സാധാരണ വിഷയം കൊണ്ട് കളക്ടർ ശാലിനി വിഷ്ണു സാധാരണക്കാരുടെ കണ്ണിലുണ്ണിയാട്ടങ്ങ് മാറും. വിഷ്ണുവിൻ്റെ ഈ പറച്ചിലൊക്കെ കേട്ടിട്ടും ശാലിനിക്കും ശാരദാമ്മയ്ക്കും ചിരി വരുന്നതേയില്ല. ശാലിനിയാണെങ്കിൽ ദേഷ്യവും സങ്കടവും സഹിക്കാതെ പെട്ടെന്ന് കാറിനകത്തോട്ട് വന്നങ്ങ് കയറുവാണ്. വിഷ്ണു ശാരദാമ്മയോട് പറഞ്ഞു, അയ്യോ, കളക്ടർ പിണങ്ങി. ശാരദാമ്മ എന്നിട്ട് വിഷ്ണുവിനോട് പറയുന്നത്, ശാലിനി അല്പം ദേഷ്യത്തിലാണ് കാറിനകത്തോട്ട് കയറിയിരിക്കുന്നത്. അതൊക്കെ ഞാൻ അങ്ങോട്ട് മാറ്റിയെടുക്കത്തില്ലേ മേഡത്തിൻ്റെ അമ്മേ? മേഡത്തിൻ്റെ അമ്മയോ? പിന്നെ അല്ലാതെ ആ കാറിനകത്തിരിക്കുന്നത് ഇപ്പോഴെൻ്റെ മേഡവാ. അപ്പോൾ പിന്നെ മേഡത്തിൻ്റെ അമ്മ എന്നല്ലാതെ എന്തുവാ മേഡത്തിൻ്റെ അമ്മയെ വിളിക്കുന്നത്? വിഷ്ണുവിൻ്റെ ഈ കോമഡി കണ്ടിട്ട് ശാരദാമ്മയ്ക്ക് കരയണോ ചിരിക്കണോന്നേ അറിയില്ല. എന്നിട്ടൊരു കുഞ്ഞ് വാവയെപ്പോലെ അങ്ങോട്ട് ചിരിച്ചോണ്ട് വിഷ്ണു പറയാം, മേഡത്തിൻ്റെ അമ്മേ, കന്നി യാത്രയാ, ഒന്ന് പ്രാർത്ഥിച്ചേക്കണേ, എല്ലാം ഒന്ന് മിന്നിച്ചേക്കണേന്ന് എന്നും പറഞ്ഞ് ശാരദാമ്മയുടെ കാല് തൊട്ട് തൊഴുന്നുണ്ട് വിഷ്ണു. അയ്യോ ശരി, ഞാൻ പ്രാർത്ഥിച്ചേക്കാവേ എന്നും പറഞ്ഞ് ശാരദാമ്മ 2 കൈയും എടുത്ത് തൊഴുവാണ്. അങ്ങനെ നമ്മുടെ വിഷ്ണു കാറിനകത്തോട്ട് കയറി പുറകിലിരിക്കുന്ന മേഡത്തെ ഒന്ന് നോക്കുന്നു. മേഡമാണെങ്കിൽ മുഖവും വീർപ്പിച്ചിരിക്കുന്നു. വിഷ്ണു അങ്ങനെ ദൈവത്തെയൊക്കെ പ്രാർത്ഥിച്ചിട്ട് മേഡം പോകാം എന്നും പറഞ്ഞ് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് പോവുകയാണ്. അങ്ങനെ പോകുന്ന കൂട്ടത്തിൽ വിഷ്ണു ആ മിററിൽ കൂടെ ശാലിനിയെ നോക്കി ഇങ്ങനെ ആസ്വദിച്ചാണ് പോകുന്നത്. നമ്മുടെ സുബേറിക്കയുടെ വീട്ടിൽ അനൂപും അവൻ്റെ അങ്കിളും അച്ഛനും ഒക്കെ ആയിട്ട് വന്നിരിക്കുക. അനൂപ് സുബേറിക്കയെ പരിചയപ്പെടുത്തുന്നത്, ഇതെൻ്റെ അച്ഛനും അങ്കിളുമാണ്. സുബേറിക്ക പറയുന്നു, എനിക്ക് ആണായിട്ടും പെണ്ണായിട്ടും നൂർജഹാൻ മാത്രമേ ഉള്ളൂ. അവളുടെ ആഗ്രഹങ്ങൾക്കൊന്നും എനിക്ക് എതിര് നിൽക്കാനും പറ്റില്ല. ഇപ്പോഴത്തെ കുട്ടികളല്ലേ, അവരുടെ മനസ്സ് ഏത് രീതിയിലാണ് നമ്മുടെ എതിർപ്പ് ഉൾക്കൊള്ളാൻ പറ്റുന്നതെന്നറിയില്ലല്ലോ. ഗോപാലേട്ടൻ പറയുന്നു, ഞാൻ അവൻ്റെ അച്ഛനെന്ന നിലയിൽ കാര്യങ്ങൾ അറിഞ്ഞപ്പോൾ അതിനനുയോജ്യമായ രീതിയിൽ സംസാരിച്ച് ഒരു തീരുമാനത്തിലെത്താൻ പറ്റുമോ എന്നറിയാനാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. സുബേർക്ക പറയുന്നു, അതേതായാലും നല്ലത്. കാര്യങ്ങളിങ്ങനെ നേരെ നോക്കി പറയുന്നവരെ എനിക്ക് വലിയ ഇഷ്ടമാണ്. പിന്നെ പറയുമ്പോഴെല്ലാം പറയണമല്ലോ. എൻ്റെ പെങ്ങളുടെ മകൻ നസീറുമായിട്ട് നൂർജഹാൻ്റെ വിവാഹമൊക്കെ നിശ്ചയിച്ചുറപ്പിച്ച് വെച്ചിരുന്നതാണ്. പക്ഷേ അവനിപ്പോൾ എവിടാണെന്ന് പോലും അറിയാൻ പറ്റാത്ത അവസ്ഥയാണ്. സുബേർക്ക ഇങ്ങനെ പറയുമ്പോൾ ഗോപാലേട്ടനൊന്ന് ഞെട്ടുന്നുണ്ട്. കാരണം ഗോപാലേട്ടനെ അറിയാമല്ലോ, നസീറിനെ ആ പറമ്പിൽ കുഴിച്ചിട്ടിരിക്കുവാണെന്ന്. അപ്പോൾ നൂർജഹാൻ അവിടെ ഒന്ന് നിൽക്കുന്നുണ്ട്. സുബേർക്ക പറയുന്നത്, കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആയ സ്ഥിതിക്ക് അവളിനി തുടർന്ന് പഠിക്കട്ടെ, അവളുടെ ആഗ്രഹം അതാണ്. അപ്പോൾ പഠിത്തം കഴിയുമ്പോൾ നമുക്ക് അന്നേരം ആലോചിക്കാം, അതല്ലേ നല്ലത് എന്നിങ്ങനെ സുബേർക്ക ചോദിക്കുവാണ്. മറ്റൊന്നും ഇപ്പോൾ എനിക്ക് പറയാനാവില്ല എന്ന് സുബേർക്ക പറയുവാണ്. അപ്പോൾ അനൂപിൻ്റെ മാമൻ ബാലേന്ദ്രൻ പറയുക, അത് പിന്നെ സുബേർക്ക, നൂർജഹാൻ ഇവിടുന്ന് പോയ സമയത്തെ ഈ നൂർജഹാനും അനൂപും കൂടെ രജിസ്റ്റർ ഓഫീസിൽ പോയി രജിസ്റ്റർ മാരേജ് നടത്തിയിട്ടുണ്ട്. കുട്ടികൾ കാണിച്ചിരിക്കുന്ന അവരുടെ മുൻകരുതൽ കാരണം ഈ 2 പേരുടെയും കല്യാണം ഇനി നമ്മുടെ ഇഷ്ടത്തിനൊന്നും നടത്താൻ പറ്റത്തില്ല. അത് ഒഫീഷ്യലി രജിസ്റ്റേർഡായ മാരേജാണ്. നിങ്ങൾക്കൊരിക്കലും അത് തട്ടിമാറ്റി ഒന്നും ചെയ്യാനും പറ്റില്ല. എന്ത് വേണമെന്ന് ഇനി സുബേർക്ക ആലോചിച്ച് തീരുമാനിക്കണം. അതായത് നൂർജഹാനെ ഇനി മറ്റൊരാളെ കൊണ്ട് വിവാഹം കഴിപ്പിച്ച് വിടാൻ പറ്റില്ല. ബാലേന്ദ്രൻ ഇങ്ങനെ പറഞ്ഞതൊക്കെ കേട്ട് സുബേർക്ക ഇങ്ങനെ അന്തം വിട്ടിരിക്കുക. സുബേർക്ക ഇതൊന്നും അറിഞ്ഞിട്ടില്ലായിരുന്നു. അനൂപിനെ ഇഷ്ടമാണെന്ന് മാത്രമേ സുബേർക്കയ്ക്ക് അറിയാവുള്ളായിരുന്നു. ഗോപാലേട്ടൻ പറയുന്നത്, ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഇവരുടെ ഇഷ്ടത്തിനായിട്ട് ഏത് രീതിയിൽ സഹകരിക്കാനായാലും ഞങ്ങൾ തയ്യാറാണ്. ഇനിയിപ്പോൾ ഇതിന് വ്യക്തമായ ഒരു മറുപടി പറയേണ്ടത് താങ്കളാണ്. ഗോപാലേട്ടൻ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ സുബേർക്ക പറയുന്നു, ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ഞാനായിട്ട് ഇനി ഒന്നിനും എതിര് നിൽക്കുന്നില്ല. പക്ഷേ എനിക്കൊരാഗ്രഹമുണ്ട്, നൂർജഹാൻ്റെ പഠിത്തം ഒന്ന് പൂർത്തിയാക്കണമെന്ന്. ബാലേന്ദ്രൻ പറയുന്നു, അയ്യോ അതിനൊന്നും ഞങ്ങൾ എതിരല്ല, മോള് പഠിക്കട്ടെ, പിന്നെ നല്ലൊരു ദിവസം നോക്കി നമുക്ക് ഈ ചടങ്ങ് അങ്ങ് നടത്താം. 2 കൂട്ടർക്കും സ്വീകാര്യമായ രീതിയിൽ തന്നെ നടത്തണം, അത്രയേ ഉള്ളൂ. അത് ഞാൻ അങ്ങനെ ചെയ്യത്തുള്ളൂ എന്ന് സുബേർക്കയും പറയുന്നു. എൻ്റെ മകള് മതപരമായിട്ടല്ല മനുഷ്യനായിട്ട് തന്നെ ജീവിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം.
അതുകൊണ്ട് മോടെ പഠിത്തം തീരുമ്പോൾ നമുക്കിതിനെക്കുറിച്ച് ആലോചിക്കാം. നൂർജഹാൻ അവിടെ നിന്ന് അനൂപിനെ കണ്ണ് കാണിക്കുന്നുണ്ട്, ഇങ്ങോട്ട് വാന്ന്. അപ്പോൾ അനൂപ് പെട്ടെന്ന് ഞാൻ പുറത്തോട്ടൊന്ന് പോട്ടെ എന്നും പറഞ്ഞ് പുറത്തോട്ട് പോകുന്നുണ്ട്. സുബൈർക്ക പറയുന്നു, നമ്മളൊക്കെ ജീവിച്ച പോലെ അല്ലല്ലോ ഇപ്പോഴത്തെ കുട്ടികളുടെ ചിന്താഗതികൾ. ഒന്നും ആരെയും അങ്ങോട്ട് അടിച്ചേൽപ്പിക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. എൻ്റെ മോളുടെ സന്തോഷമാണ് എൻ്റെ സംതൃപ്തി. അങ്ങനെ അനൂപും നൂർജഹാനും കൂടെ സംസാരിക്കുക. ഞാൻ നിന്നെ കൂട്ടിക്കൊണ്ട് പോകാൻ തന്നെയാണ് വന്നത്. അപ്പോൾ നിൻ്റെ ബാപ്പിച്ച് നിന്നെ പഠിപ്പിക്കണമെന്നുള്ളൊരാഗ്രഹം പറഞ്ഞപ്പോൾ അപ്പോൾ നമ്മൾ അതുവരെയൊക്കെ ഒന്ന് വെയിറ്റ് ചെയ്യുന്നതല്ലേ നല്ലത്. പക്ഷെ എന്നും വെച്ച് നീ എനിക്കൊരു വാക്ക് തരണം, നമ്മളെ ഒരാൾക്കും പിരിക്കാൻ പറ്റത്തില്ലെന്ന്. ഞാൻ വരുന്നത് വരെ നീ എനിക്ക് വേണ്ടി കാത്തിരിക്കണമെന്ന്. അല്ലെങ്കിൽ നീ ഇപ്പം തന്നെ വരാൻ തയ്യാറാണെങ്കിൽ ഞാൻ നിന്നെ വിളിച്ചോണ്ട് പോകാം. ഇല്ല അനൂപേ, ഞാനിപ്പോൾ വരില്ല. ബാപ്പിച്ചിയെ ഒറ്റയ്ക്കാക്കിയിട്ട് എനിക്ക് വരാൻ പറ്റില്ല. പക്ഷേ ഞാൻ ഒരു കാര്യം പറയാം, ഞാൻ ഇവിടെ തന്നെ ഉണ്ടാകും. എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായാലും അതിനെയൊക്കെ തരണം ചെയ്ത് ഞാൻ അനൂപിന് വേണ്ടി കാത്തിരിക്കും എന്നും പറഞ്ഞ നൂർജഹാൻ അനൂപിൻ്റെ കൈക്ക് പിടിച്ച് സത്യം ചെയ്യുന്നു. ഇതെൻ്റെ വാക്കാണ്, ഇതൊരിക്കലും മാറില്ല. നമ്മുടെ കളക്ടർ ഭാര്യയും ഡ്രൈവർ ഭർത്താവോട് ഇങ്ങനെ മുഖം വീർപ്പിച്ച് കാറിലിരുന്നിങ്ങനെ പോവുകയാണ്. അങ്ങനെ വണ്ടി കളക്ടർ ഓഫീസിൻ്റെ മുന്നിൽ വന്ന് പെട്ടെന്ന് വിഷ്ണു ഇറങ്ങി ശാലിനിക്ക് ഡോർ തുറക്കാനായിട്ട് പോകുമ്പോൾ അനു കാണുന്നുണ്ട്. അയ്യോ, വിഷ്ണു സാറോ? ശാലിനി ഒരല്പം ഗൗരവത്തോടെ വിഷ്ണുവിനോട് പറയുക, ഡ്രൈവറെ വണ്ടി ഓടിച്ചാൽ മതി, ഡോർ തുറക്കണ്ട. ഓക്കെ മാഡം, ഇനി മുതൽ അങ്ങനെ ചെയ്തോളാവേ. ഒരു ചെറിയ റൊമാൻസ് കാണിക്കാനായിട്ട് ഒരുങ്ങിയത്. പക്ഷെ ശാലിനി മൈൻഡ് ചെയ്യാതെ ദേഷിച്ചങ്ങ് പോവുകയാണ്. അനു ഇങ്ങനെ അന്തം വിട്ട് നോക്കി നിൽക്കുക. ശാലിനി അനുവിനോടൊന്നും മിണ്ടാതെ അകത്തോട്ട് കയറിയങ്ങ് പോയി. വിഷ്ണു അനുവിൻ്റെ അടുത്തോട്ട് വന്ന് ചോദിക്കുക, എന്താണ് മാഡം പന്തം കണ്ട പെരിച്ചാഴിയെ പോലെ നോക്കുന്നേ? അനു ചോദിക്കുന്നു, അല്ല ഇതെപ്പോൾ സംഭവിച്ച്? ഞാൻ പോലും അറിഞ്ഞില്ലല്ലോ. വിഷ്ണു ചിരിച്ചോണ്ട് പറയുക, ജില്ല ഭരിക്കുന്ന ജില്ലാ മജിസ്ട്രേറ്റ് കൂടായ കളക്ടർ പോലും അറിഞ്ഞില്ല. പിന്നെയാണോ ഇവിടുത്തെ സ്റ്റാഫ് അറിയാൻ പോകുന്നത്? ഓ അങ്ങനെയാണോ? അപ്പോഴേ എനിക്ക് ഇവിടെ മാത്രമല്ല അങ്ങ് ഡൽഹിയിലും പിടിയുണ്ടെന്ന് ഇപ്പം മനസ്സിലായോ? എന്നാലും വിഷ്ണു സാറെ ഒരു സൂചന പോലും ആരും തന്നില്ലല്ലോ. അതൊരു രഹസ്യമായിട്ടുള്ള നീക്കമല്ലേ, ഒരു അണ്ടർഗ്രൗണ്ടിലൂടെയുള്ള കളി. കളക്ടർ അറിഞ്ഞാലേ എന്തെങ്കിലും ഉടക്കാക്കുമെന്ന് കരുതി കളക്ടറുടെ പേഴ്സണൽ സെക്രട്ടറി പോലും അറിയാത്ത ഒരു കളി ഇപ്പം മനസ്സിലായോ? അതിൻ്റെ ഒരു ഗർവിലാണ് അനുമേടത്തിൻ്റെ മേടവേ ഇപ്പം ദേഷിച്ചകത്തോട്ട് പോയത്. എന്നാലും വിഷ്ണു സാറെ അയ്യോ ചതിക്കല്ലേ, ഡ്യൂട്ടി സമയത്ത് നോ ഹസ്ബൻഡ്, നോ വൈഫ്, നോ കുടുംബം എന്നൊക്കെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ സാറ് വിളി വേണ്ട, ഒൺലി ഡ്രൈവർ. അതാകുമ്പോൾ കേൾക്കാനൊരു സുഖമുണ്ട്. അനു ചോദിക്കുന്നത്, എന്നാലും എന്നോട് പറ, ഇവിടെ എന്ത് മാജിക്കാണ് ഉപയോഗിച്ചത്? സംഗതി സിമ്പിളല്ലേ കുട്ടി, എൻ്റെ പേരെന്താ? വിഷ്ണു. അപ്പോൾ വിഷ്ണു എന്ന് വെച്ചാൽ ആരാ? സകല ചരാചരങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന തേജസ്. അപ്പോൾ പിന്നെ തൂണിലും തുരുമ്പിലും ഒക്കെ ഉണ്ടാവില്ലേ? ഇപ്പം അതേണ്ട കളക്ട്രേറ്റിലും ഉണ്ടായെന്ന് മാത്രം കരുതിയാൽ മതി. ഞാൻ വല്ല സഹായം വല്ലതും ചെയ്യണോ? അതായത് ഈ ചായ വാങ്ങിച്ചു കൊടുക്കുകയോ അങ്ങനെ വല്ലതും? അനു പറയാം, അയ്യോ ഒന്നും വേണ്ടായേ, മേഡം വിളിക്കുമ്പോൾ ഞാൻ പറയാം. അപ്പോൾ കൃത്യമായിട്ട് ഈ വണ്ടി കൊണ്ടുവന്ന് ഫ്രണ്ടിലിടണം. മേഡം ഇവിടെ വന്ന് വെയിറ്റ് ചെയ്യാനുള്ള ഇടം കൊടുക്കരുത്. പിന്നെ ഒരു കാര്യം, എന്നെ വഴക്ക് കേൾപ്പിക്കാനും പാടില്ല. ശാലിനി അകത്ത് ചെയറെ പോയിരുന്നിട്ടും ശാലിനിക്കൊരു സ്വസ്ഥതയില്ല. വിഷ്ണുവിൻ്റെ ആ ഡ്രസ്സും ആ ചിരിയും ഒക്കെ നോക്കിയിട്ട് ശാലിനിക്ക് അങ്ങ് സങ്കടം വരുവാണ്. ശാലിനി എന്നിട്ട് അനുവിനെ വിളിക്കുന്നു. അയ്യോ വേണ്ട, ശാലിനി മേഡമാണ് വിളിക്കുന്നത്. എന്താ മേഡം, പെട്ടെന്ന് ഇങ്ങോട്ടൊന്ന് വരൂ അനു. ഇതാ വരുന്നു മേഡം എന്നും പറഞ്ഞ് അനു അകത്തോട്ട് ഓടിപ്പോവുകയാണ്. ശാലിനി അങ്ങനെ ദേഷ്യത്തിലിരിക്കുമ്പോഴാണ് ADM ജോണും വേറെ ഒരാളും കൂടെ അങ്ങോട്ട് വരുന്നത്. ADM പറയുന്നുണ്ട്, മേഡം ഇദ്ദേഹം പറയുന്നത് ആ നിയമം നമ്മളെ കാര്യമായി ബാധിക്കില്ലെന്നാ. ശാലിനി ചോദിക്കുന്നു, ഇദ്ദേഹമാണോ തീരദേശ പരിപാലന നിയമം എഴുതി ഉണ്ടാക്കിയത്? ആണോന്നാ ചോദിച്ചത്. അല്ലല്ലോ. അതല്ല മേഡം, ആ ബിൽഡിങ്ങിന് ഒരു ഒബ്ജക്ഷൻ വരാൻ സാധ്യതയില്ലെന്ന് പറഞ്ഞതാ. അപ്പോൾ ഞാൻ മനഃപൂർവ്വം നിങ്ങളെ ദ്രോഹിക്കാൻ വേണ്ടി പറഞ്ഞുണ്ടാക്കുന്നതാണെന്നാണോ മിസ്റ്റർ ജോൺ എബ്രഹാം പറഞ്ഞു വരുന്നത്? അതല്ല മേഡം, ഈ ഒരു പ്രോജക്റ്റിൻ്റെ പേരിൽ ഒത്തിരി പണം ഇറക്കിയിട്ടുള്ളവർ ഇതൊന്ന് പണിതുയർന്നു വരാൻ വേണ്ടി നോക്കിയിരിക്കുക. ഇറക്കിയ കാശ് തിരിച്ചു പിടിക്കാൻ വേണ്ടി കാത്തിരിക്കുന്നവർ. മേഡം ഇങ്ങനെ കടുംപിടുത്തം പിടിച്ചാൽ ഞാൻ കടുംപിടുത്തം കാണിക്കും മിസ്റ്റർ ജോൺ എബ്രഹാം. കാരണം അതെൻ്റെ ജോലിയാണ്. തീരദേശ പരിപാലന നിയമം നോക്കാതെ ആ ബിൽഡിംഗ് പണിതാൽ തീർച്ചയായിട്ടും കോടതി അതിൽ ഇടപെടും. പിന്നെ അത് പൊളിച്ചു കളയേണ്ട ഫണ്ട് കൂടെ നിങ്ങൾ കണ്ടെത്തേണ്ടി വരും. അതിൻ്റെ പിന്നിലൊരു വേദന വരാതിരിക്കാൻ ഇങ്ങനൊരു മുൻകരുതൽ അത്യാവശ്യമാണ്. മറ്റൊന്നും പറയാനില്ലെങ്കിൽ ജോണിന് പോകാം. മേഡം, ഭരണപക്ഷത്ത് ഒരുപാട് സ്വാധീനമുള്ള ഗ്രൂപ്പാണ് ഇവരുടേത്. ഭരിക്കുന്ന പാർട്ടിയല്ല മിസ്റ്റർ എനിക്ക് കസേര തന്നത്. എന്നെ ഒരു പക്ഷേ നിങ്ങൾക്ക് എന്നെ ഈ കസേരയിൽ നിന്ന് മാറ്റി നിർത്താൻ പറ്റിയേക്കും. എന്നേക്കുമായി ഒഴിവാക്കാൻ പറ്റില്ലല്ലോ. ഇനി നിങ്ങൾക്ക് പോകാം മിസ്റ്റർ ജോൺ. മേഡം എന്നിങ്ങനെ ജോൺ വിളിക്കുമ്പോൾ നിങ്ങളോട് പോകാനല്ലേ പറഞ്ഞത് എന്ന അലറുവാണ് ശാലിനി. അയ്യോ വാ നമുക്ക് പോകാം എന്നും പറഞ്ഞ് ജോണും കൂടെ വന്ന ആളും അങ്ങ് പോവാണ്. അപ്പോൾ ഫ്രണ്ട്സ്,
വിഷ്ണു ഡ്രൈവറായി വന്ന ദേഷ്യം ഒരു ഭാഗത്ത് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുക. അപ്പോഴാണ് ജോൺ എബ്രഹാമിൻ്റെ അന്യായത്തിനുള്ള ഫയലും കൊണ്ട് വരുന്നത്. ഇനി ജോൺ എബ്രഹാം എന്തെല്ലാമാണ് ശാലിനിക്കെതിരെ ചെയ്യാൻ പോകുന്നതെന്നൊക്കെയുള്ള റിവ്യൂമായി നമുക്ക് നാളെ കാണാം. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻസും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.